സമൂഹമാധ്യമങ്ങളിലെ ചതിക്കുഴികളുടെ പല അനുഭവ കഥകളും നമ്മുടെ മുന്നിലുണ്ട്. അനുദിനം ഇരകളാകുന്നവരുടെ എണ്ണവും നിരവധിയാണ്. എന്നാൽ മനസാക്ഷി മരവിച്ചു പോകുന്ന കെണികളുടെ പുതിയ ഏടുകളിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത്. സമൂഹമാധ്യമങ്ങളിൽ ഷെയർ ചെയ്യുന്ന ചിത്രങ്ങൾ ടെലഗ്രാം വഴി വിൽക്കുകയാണ്. എങ്ങനെയെന്ന് നോക്കാം. സമൂഹമാധ്യമങ്ങളിലെ ചതിക്കുഴികളുടെ അനുഭവങ്ങൾ പലതും നമ്മുടെ മുന്നിലുണ്ട്. എന്നാൽ മനസാക്ഷി മരവിച്ചു പോകുന്ന കെണികളുടെ പുതിയ ഏടുകളിലേക്കാണ് ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഷെയർ ചെയ്യുന്ന ചിത്രങ്ങൾ ടെലഗ്രാം വഴി വിൽക്കപ്പെടുന്നു. എങ്ങനെയെന്ന് നോക്കാം. സമൂഹമാധ്യമങ്ങളിലെ പലതരത്തിലുള്ള ചതിക്കുഴികളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ സമൂഹമാധ്യമ അക്കൗണ്ടുകൾ വഴി നടക്കുന്ന ഈ ഇടപാടുകൾ ആരെയും ഞെട്ടിക്കും. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലോ സ്നാപ്ചാറ്റിലോ പങ്കുവെക്കുന്ന ചിത്രങ്ങൾ നിങ്ങളറിയാതെ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. ഇത്തരം ചിത്രങ്ങൾ മോർഫ് ചെയ്ത് ലൈംഗിക താൽപര്യത്തോടെ ടെലഗ്രാം അക്കൗണ്ടുകളിലൂടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. സമൂഹമാധ്യമ അക്കൗണ്ടുകളിൽ നിന്ന് മാത്രമല്ല ഇത്തരം ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നത്. അതാണ് നമ്മളെ ഞെട്ടിക്കുന്നതും. സ്വന്തം വീടുകളിലെ അമ്മമാരുടെയോ സഹോദരിമാരുടെയോ സ്വന്തം ഭാര്യയുടെയോ ചിത്രങ്ങൾ ഇത്തരം ഗ്രൂപ്പുകളിൽ പങ്കുവെക്കുന്നവരുണ്ടെന്നതാണ് ഭയാനകം. മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് വീഡിയോസും ഫോട്ടോസും ഒക്കെ പറഞ്ഞാൽ സേഫാന്ന് ഓർത്ത് ആൾക്കാർ അയക്കുന്ന എന്ന് വെച്ചാൽ ഗേൾസ് അയക്കുന്ന ഫോട്ടോസും അവരുടെ പ്രൈവറ്റ് ഫോട്ടോസും വീഡിയോസും ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് മിക്കത് ലീക്കാവുന്നത്. ഇത് ലീക്കാവുന്ന പറഞ്ഞാൽ ഡിസപ്പിയറിങ് മെസ്സേജസ്, വാനിഷ് മോഡ് ഇപ്പം വാനിഷ് മോഡ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലുണ്ട്, ഡിസപ്പിയറിങ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ടെലഗ്രാമിലുണ്ട്, ഡിസപ്പിയറിങ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ സ്നാപ്ചാറ്റിലുണ്ട്. അപ്പോൾ ഈ സ്നാപ്ചാറ്റിൻ്റെ അകത്തുനിന്ന് വന്ന ഈ ഡിസപ്പിയറിങ് മെസ്സേജസ് എന്ന് പറഞ്ഞാൽ സാധനമല്ല, ഇവർ ഡിസപ്പിയർ ആയി പോകുമെന്ന് പറഞ്ഞ് ബോയ് ഫ്രണ്ടിന് അയക്കുന്നതോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും അയക്കുന്ന ഫോട്ടോസും വീഡിയോസും എല്ലാം സ്നാപ്ചാറ്റിലും ഇൻസ്റ്റാഗ്രാമിലും ഈ പറഞ്ഞ ടെലഗ്രാമിലും എല്ലാം അയക്കുന്നത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ വെച്ചിട്ട് ഇവർ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് അതാണ് മെയിനായിട്ട് ഈ പറയുന്ന ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ബേസിക്കായിട്ട് ഇതിൻ്റെ അകത്ത് ആക്റ്റീവ് ആക്കുന്നത്. ഇതൊരു ടെലഗ്രാം അക്കൗണ്ടിൻ്റെ ചാറ്റാണ്. എൻ്റെ അമ്മയെ തരാം, നിങ്ങളുടെ അമ്മയെ തരുമോ എന്നാണ് ഈ ചാറ്റ് തുടങ്ങുന്നത് തന്നെ. ഇതിന് ശേഷം വരുന്ന കമൻറ്റുകൾ എത്രത്തോളം അശ്ലീലത നിറഞ്ഞതാണോ അതനുസരിച്ച് ഇതിൻ്റെ താഴെ ഇനി ചിത്രങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇത്തരത്തിൽ വീട്ടിലെ ഹോംലി പിക്ക്, നിങ്ങളുടെ സഹോദരിമാരുടെ പിക്ക്, നിങ്ങളുടെ ഭാര്യയുടെ പിക്ക്, അമ്മമാരുടെ പിക്കൊക്കെയാണ് ഇവർ ചോദിക്കുന്നത്. അമ്മയുടെ ചിത്രം പങ്കുവെച്ച ഒരു മകൻ്റെ ചാറ്റാണിത്. അതിന് താഴെ എത്രത്തോളം മോശമായി, എത്രത്തോളം അശ്ലീലത കലർത്തി ലൈംഗിക താല്പര്യത്തോടെ സംസാരിക്കുന്ന കമൻറ്റുകളാണ് താഴെ വരുന്നത് മൊത്തം. അതിനുശേഷം ഈ അമ്മയുടെ തന്നെ മറ്റ് പല ചിത്രങ്ങളും ഈ മകൻ പങ്കുവെക്കും. ക്ലാസ്സിലെ ഫ്രണ്ട്സിൻ്റെ ചിത്രങ്ങൾ പങ്കുവെക്കുന്ന കുട്ടികളുണ്ട്, സ്കൂൾ കുട്ടികളുണ്ട് എന്നത് ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യമാണ്. സ്വന്തം എൻ്റെ പെണ്ണ് കൊള്ളാവോ എന്ന് ചോദിച്ചിട്ടാണ് ഒരു ഫോട്ടോ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതിന് താഴെ പ്രേക്ഷകരെ കാണിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ അത്രത്തോളം അശ്ലീലത നിറഞ്ഞ, ലൈംഗികത നിറഞ്ഞ സംഭാഷണങ്ങളാണ് ഈ ചാറ്റുകൾ ഉടനീളമുള്ളത്. ഇതിന് താഴെ എത്രത്തോളം നിങ്ങൾ മോശമായി ഈ ഫോട്ടോയ്ക്ക് കമൻ്റ് ഇടുന്നോ അതനുസരിച്ച് താഴെ വീണ്ടും ഈ കുട്ടിയുടെ തന്നെ ഫോട്ടോസ് വന്നുകൊണ്ടേയിരിക്കും. 100 കണക്കിന് ഗ്രൂപ്പുകളാണ് ഇത്തരത്തിലുള്ളത്. അതിൽ തന്നെ കൗമാരക്കാരായ പെൺകുട്ടികളുടെ ചിത്രങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതുണ്ട്, മുസ്ലിം പെൺകുട്ടികളുടെ ചിത്രങ്ങൾ മാത്രമുള്ളത്, അമ്മമാർക്ക് വേണ്ടി മാത്രമുള്ളത്, യുവതികളുടേത്, അങ്ങനെ പ്രത്യേകം ഗ്രൂപ്പുകളുണ്ട്. റേപ്പ് വീഡിയോകൾ വരെ ലഭ്യമാണ്. ഈ ചിത്രങ്ങൾ മെയിൻ ഗ്രൂപ്പുകളിലാണ് ആദ്യം എത്തുന്നത്. ശേഷം ടെലഗ്രാം AI ബോട്ടുകൾ വഴി മോർഫ് ചെയ്ത് പ്രൈവറ്റ് ഗ്രൂപ്പുകളിൽ ഇടുന്നുണ്ട്. ഇത്തരം ഗ്രൂപ്പുകളിൽ പലതും പണം ലഭിച്ചാൽ മാത്രം ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പെൺകുട്ടികളുടെ ഫോട്ടോകൾ, വീഡിയോകൾ എന്നിവ ഷെയർ ചെയ്താൽ കിട്ടുന്ന ഗ്രൂപ്പുകളാണ്. അതുമല്ലെങ്കിൽ ഭാര്യ, അമ്മ, പെങ്ങൾ, സുഹൃത്തുക്കൾ എന്നിവരെ വീഡിയോ കോളിലൂടെ കാണിച്ചു കൊടുക്കണം. ആയിരക്കണക്കിന് അംഗങ്ങളാണ് ഓരോ ഗ്രൂപ്പുകളിലുമുള്ളത്. ഗ്രൂപ്പുകൾ പലതും അതീവ സുരക്ഷ നേടി പ്രവർത്തിക്കുന്നതാണ്. സൈബർ സെല്ലിന് പോലും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് വെല്ലുവിളിച്ചാണ് ഗ്രൂപ്പുകൾ സജീവമാകുന്നത്. നിങ്ങളറിയാതെ പിന്തുടരുന്ന ചതിക്കുഴികൾ കരുതിയിരിക്കാം. സ്വന്തം വീടിനുള്ളിലും സൗഹൃദങ്ങൾ തെരഞ്ഞെടുക്കുന്നതിലും ഏറെ ജാഗ്രത പുലർത്തണമെന്നും ഇത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആയിഷത്തുൽ ഷംന, ന്യൂസ് 18.
ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഷംന തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ഷംന, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. നമ്മൾ ഈ സോഷ്യൽ മീഡിയകളിൽ, ഈ സമൂഹ മാധ്യമങ്ങളിലെ ഇത്തരം ചതിക്കുഴികൾ അത് വ്യക്തമാക്കുമ്പോൾ മലയാളികൾക്ക് ഒരുപാട് പേർക്ക് ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട അവബോധമുണ്ടാകുന്ന ഒരു സംഗതി കൂടിയാണ്. കൂടുതൽ ശ്രദ്ധിക്കണം, കരുതണം. നമ്മുടെ വീട്ടിനുള്ളിൽ നടക്കുന്ന സംഭവവികാസങ്ങളെക്കുറിച്ച് നമ്മൾ ജാഗ്രത പാലിക്കണം. നമ്മുടെ കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോണുകൾ അനസ്യൂദ്യം അങ്ങനെ ഉപയോഗിക്കാൻ കൊടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പരിശോധിക്കപ്പെടണം. അങ്ങനെ ഒരുപാട് വെളിപ്പെടുത്തലുകൾ ഈ വാർത്തയുടെ കാമ്പായി ഉണ്ട്. എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു അന്വേഷണ വഴിയിൽ ഷംനയ്ക്ക് മനസ്സിലായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ? രഞ്ജിത്ത്, തീർച്ചയായും സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ഇത്തരം വലയങ്ങൾ നമ്മൾ മുമ്പും വാർത്തകൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും സ്വന്തം വീടുകളിൽ നടക്കുന്ന ഇത്തരം നമ്മുടെ വീടുകളിൽ നിന്ന് വരെ ഈ ചിത്രങ്ങൾ ഷെയർ ചെയ്യപ്പെടുന്നു, അത് ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്നുള്ളത്. സ്വന്തം അമ്മയുടെ ചിത്രങ്ങൾ, സ്വന്തം സഹോദരിയുടെ, ഭാര്യയുടെയൊക്കെ ചിത്രങ്ങൾ പല ആവശ്യങ്ങൾക്ക് ലൈംഗിക താല്പര്യത്തോടെ അല്ലെങ്കിൽ പണത്തിന് വേണ്ടി ഇത്തരം ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. ഒരു ഫോട്ടോ അയച്ച് അതിന് താഴെ വരുന്ന അത്രയും വൃത്തികെട്ട രീതിയിലുള്ള കമൻറ്റുകൾ അത് കണ്ട് ആസ്വദിക്കുന്നത് സ്വന്തം മകനോ സ്വന്തം സഹോദരനോ ഭർത്താവോ ഒക്കെയാണ്. എത്രത്തോളം മോശമായ രീതിയിലാണോ ആ ഫോട്ടോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകൾ, അതനുസരിച്ച് വീണ്ടും ചിത്രങ്ങൾ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ സാധാരണ ഇൻസ്റ്റഗ്രാമിലോ സ്നാപ്ചാറ്റിലോ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയകളിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ചിത്രങ്ങൾ മാത്രമല്ല എന്നുള്ളത് ആണ് എടുത്തു പറയേണ്ടത്. നമ്മുടെ വീടുകളിൽ നമ്മളറിയാതെ എടുക്കുന്ന ചിത്രങ്ങളാണിത്. അത് തന്നെ പിന്നീട് മറ്റു ഗ്രൂപ്പുകളിൽ എത്തുമ്പോൾ ചിലപ്പോൾ പലപ്പോഴും 10 സെക്കൻഡൊക്കെ ടൈമർ വെച്ചാണ് അയക്കുന്നതെങ്കിൽ പോലും ആ 10 സെക്കൻഡിനുള്ളിൽ ഇത് മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അത് ലഭിക്കണമെങ്കിൽ പണം വേണം, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരുപാട് ഫോട്ടോസ്, 1-2 ഫോട്ടോസ് അല്ല, അതിൽ കൂടുതൽ ഫോട്ടോസ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇവരെ വീഡിയോ കോളിലൂടെ കാണിച്ചു കൊടുക്കേണ്ടി വരും. അതിനുമപ്പുറം ഞാൻ നിങ്ങൾക്ക് തരാം, എൻ്റെ അമ്മയുടെയോ സഹോദരിയുടെ ചിത്രങ്ങൾ തരാം, ഇത്ര രൂപ, ഇത്ര പണം നൽകണം. സ്വന്തം അമ്മയുടെ ചിത്രങ്ങളാണ് ഈ മകൻ വിൽക്കുന്നത് പണത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ലൈംഗിക താല്പര്യത്തിന് വേണ്ടിയിട്ട്. അത്തരം സംഭാഷണങ്ങൾ ഇവരൊരു സുഖം കണ്ടെത്തുന്നുണ്ട്. ഒരു എത്രത്തോളം ദയനീയമായ ഒരു അവസ്ഥയിലോട്ടാണ് കേരളം പോകുന്നതെന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പം അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ചിത്രങ്ങൾ ഷെയർ ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ പകരമായിട്ട് ഞാൻ എൻ്റെ വീട്ടിലുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് തരാം, പകരം നിങ്ങളുടെ കയ്യിലുള്ള ചിത്രങ്ങൾ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ഫോട്ടോസ് പോകുന്നത്. പല ഗ്രൂപ്പുകളും ഇത്തരത്തിൽ പണം ലഭിച്ചാൽ മാത്രം കിട്ടുന്നതാണ്, അതല്ലെങ്കിൽ ഫോട്ടോസ് ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ വീഡിയോ കോളിലൂടെ നമ്മുടെ അമ്മമാരെയോ പെങ്ങന്മാരെയോ ഒക്കെ കാണിച്ചു കൊടുക്കണം. ഇതിൽ ഓരോ ഗ്രൂപ്പിലും ആയിരക്കണക്കിന് 10,000-കണക്കിന് മെമ്പർമാരുണ്ട്, ഇത്തരത്തിൽ 100-കണക്കിന് ഗ്രൂപ്പുകളുണ്ട് എന്നത് തന്നെയാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം. മറ്റൊന്ന്, ഇത്തരത്തിൽ സാധാരണക്കാരുടെ ഫോട്ടോസ്, സാധാരണ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് ലഭിക്കുന്ന മറ്റു ഗ്രൂപ്പുകളുണ്ട്. വളരെ മോശമായ രീതിയിൽ അതിനെ മോർഫ് ചെയ്ത് പണത്തിന് വേണ്ടി പലപ്പോഴും 50 രൂപ മുതൽ 500 രൂപ വരെയൊക്കെ ഒരു വീഡിയോക്ക് വരെ ലഭിക്കുന്നു, അല്ലെങ്കിൽ ഒരു ചിത്രത്തിന് വരെയൊക്കെ ലഭിക്കുന്നുണ്ട്. ഇത് പണത്തിന് വേണ്ടി, ഇങ്ങനെ പണം ഉണ്ടാക്കാൻ വേണ്ടി ഇത്തരത്തിൽ ഷെയർ ചെയ്യപ്പെടുന്നു എന്നുള്ളതും ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. ഇത് ഇപ്പോൾ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ ഇതൊക്കെ സ്വാഭാവികമല്ലേ, സാധാരണയല്ലേ എന്ന് ചോദിച്ച് പലരും ഇതിന് കമൻ്റായോ ഒക്കെ എത്തുന്നത് കണ്ടു. പക്ഷേ ഒരിക്കലും ഒരു അമ്മയോ ഒരു സഹോദരിയോ ഒരു ഭാര്യയോ ഒന്നും ചിന്തിക്കുന്നതിലും അപ്പുറമാണ് ഈ കാര്യം. സ്വന്തം മക്കളെ ഇങ്ങനെ ചെയ്യുമോ എന്ന് ഇപ്പോൾ ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു അമ്മയും ചിന്തിക്കും, ഞങ്ങളുടെ മക്കൾ ഇങ്ങനെ ചെയ്യുമോ എന്ന് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും അതിൽ തന്നെയാണ് നമ്മൾ ജാഗ്രത പുലർത്തണമെന്ന് കുടുംബങ്ങളോട് പറയുന്നതും. നമ്മുടെ വീടുകളിൽ നമ്മളറിയാതെ ഒരു ക്യാമറ കണ്ണുണ്ട്, അതിലാണ് നമ്മൾ ജാഗ്രത പുലർത്തേണ്ടത്. രഞ്ജിത്ത്, ഷംനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.